കാഴ്ചകൾ കണ്ട് കണ്ട് മടുത്തു. കണ്ണടകൾ മാറ്റി മാറ്റി തളർന്നു. ഇനി നമുക്ക് കാണാം നാടിന്റെ ഈ തെരുവുണർത്ത്. മാലോകരെ വരിക, കാണുക പകൽ കൊള്ളയുടെ തെരുവുണർത്തുമായി PK വെള്ളാനകൾ വിലസുന്ന നാട്ടിൽ. ഗുജറാത്തിന്റെ കോട്ടാണ് ഇത്, സ്വർണം വിളയും കോട്ടാണ്, മോടിക കൂടിയ കോട്ടാണ് ഇത്, നാട്ടിൽ മുഴുവൻ പാട്ടാണ്. ഗുജറാത്തിന്റെ കോട്ടാണ് ഇത്, സ്വർണം വിളയും കോട്ടാണ്, മോടിക കൂടിയ കോട്ടാണ് ഇത്, നാട്ടിൽ മുഴുവൻ പാട്ടാണ്. ഹലോ, കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ. വിവിധ ഇനം കോട്ടുകളുടെ ലേലമാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. ചുവപ്പ്, നീല, പച്ച, കറുപ്പ്, വെളുപ്പ്, കാവി, ഏത് നിറത്തിലും നിങ്ങൾക്ക് കോട്ടുകൾ ലഭ്യമാണ്. നമ്മുടെ ഭാരതത്തിന്റെ സർവ്വ പുരോഗതിയും സ്പോൺസർ ചെയ്യുന്ന സ്വദേശത്തും വിദേശത്തുമുള്ള 100-ലേറെ കോർപ്പറേറ്റ് ജിമാർ ഈ കോട്ട് ലേലത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. എല്ലാവർക്കും ഭാരതത്തിന്റെ പ്രണാമം. എല്ലാവർക്കും ഗ്രേറ്റ് ഇന്ത്യൻ കോർപ്പറേറ്റ് സർക്കസിലേക്ക് സ്വാഗതം. ഇതാ ഈ ചുവപ്പ് കോട്ട് കണ്ട, ഈ ചുവപ്പ് കോട്ടാണ് ഇന്ന് ആദ്യമായി നമ്മൾ ലേലത്തിന് വെക്കുന്നത്. പൊതു ഖജനാവിൽ നിന്ന് 318 കോടി രൂപ മുതൽ മുടക്കി വിവിധ രാജ്യങ്ങളായ ഇസ്രായേൽ, അമേരിക്ക, റഷ്യ, ബ്രിട്ടൻ, കാനഡ, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കാൻ കഴിഞ്ഞ അത്യപൂർവമായ ഭാഗ്യം ലഭിച്ച മഹാനായ ഒരു കോട്ടാണിത്. ഇതാ ഈ കോട്ടിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 50 lakhs, 55 lakhs. കോർപ്പറേറ്റ് ലേലം ആരംഭിച്ചിരിക്കുകയാണ്. 55 lakhs, 60 lakhs, 60 lakhs, 75 lakhs. ലേലം ഉയരട്ടെ. ലേലം 75 lakhsൽ എത്തിയിരിക്കുകയാണ്. ഇനി ആരാണ് കയറ്റി കയറ്റി വിളിക്കാനുള്ളത്? 75 lakhs ഒരു തരം, 75 lakhs രണ്ട് തരം, 75 lakhs മൂന്ന് തരം. വയലൻസ് കമ്പനി ഈ ലേലം ഉറപ്പിച്ചിരിക്കുന്നു. കൈയടിക്കൂ കൈയടിക്കൂ. നെക്സ്റ്റ്, ഈ കോർപ്പറേറ്റ് ലേലത്തിൽ നമ്മൾ ലേലത്തിന് വെക്കുന്നു ഇതാ ഒരു കാവി കോട്ട്. ഈ കോട്ടിന്റെ പ്രത്യേകത, ഇതാണ് ഭാരതത്തിലെ കോട്ടുകളുടെ കോട്ട്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള മാധ്യമങ്ങൾ ഊതി ഊതി വീർപ്പിച്ച് പെരുപ്പിച്ചെടുത്ത ഒരു ഉഗ്രൻ കോട്ട്. മെയ്ഡ് ഇൻ ഗുജറാത്ത്. SSR ഗ്രൂപ്പാണ് ഈ കോട്ട് വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ കോട്ടിന്റെ മറ്റൊരു പ്രത്യേകത, ഇത് കടും കാവി നിറം കിട്ടാൻ വേണ്ടി ഗുജറാത്തിലെ ന്യൂനപക്ഷങ്ങളുടെ ചോരയിൽ മുക്കി ബ്ലീച്ച് ചെയ്തെടുത്തതാണ്. സർ, സംശയമുണ്ടെങ്കിൽ ഒന്ന് മണത്ത് നോക്കൂ. ചോരയുടെ മണം, ചോരയുടെ മണം. സർ, ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 1 crore, 1.2 crores. ലേലം തുടരുന്നു. നെക്സ്റ്റ്, 1.5 crores. 1.5 crore. ഉയരട്ടെ, വില ഉയരട്ടെ, ഇനിയും ഉയരട്ടെ, 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 എന്നിട്ടാണ് ജനം തൊലയട്ടെ. 2 crores. നമ്മുടെ ലേലം ഉയരത്തിലെത്തിയിരിക്കുകയാണ്. 2 crore.
2 crore. ഒരു തരം 2 crore. 2 തരം 2 crore. 3 തരം ലേലം ഉറപ്പിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയായ ആട്നി ഗ്രൂപ്പ് ചോരക്കറ പുരണ്ട ഈ കോട്ട് നമ്മുടെ രാജ്യത്തിന്റെ പവിത്രമായ മ്യൂസിയം കൈയടിക്കൂ. नहीं होता है जब थोड़ा मुश्किल नहीं है मैं पहली बार आता हूँ इधर उसके बाद ऐसे कुछ नहीं देखा समझ गया तुम अपन मारेंगे भैया बस छोड़ दो ഏതായി വെള്ളക്കൊട്ടാരം ആരവിടുത്തെ രാജാവ് കൊട്ടാരോ ഇതാണോ നമ്മുടെ സെക്രട്ടറിയേറ്റ് ഇതാണോ ഈ പരാതി കൊടുക്കേണ്ട സ്ഥലം? അതെ അതെ ഇതുതന്നെയാണ് പരാതി മഹാസഭ. അല്ല എന്താ നിങ്ങളുടെ പരാതി? എന്റെ റിമോട്ട് കൺട്രോള് പോയി. നിന്റെ റിമോട്ടല്ലേ പോയിട്ടുള്ളൂ. ഈ ഫുട്പാത്തിൽ ഇരിക്കുന്നവരെ കണ്ടോ? ജീവിതത്തിന്റെ കൺട്രോൾ തന്നെ നഷ്ടപ്പെട്ടവരാ. ഇവിടെ ഇതാ മണ്ണു നഷ്ടപ്പെട്ടവർ, അതാ തലതിരിഞ്ഞ വികസനത്തിന്റെ ഇരകൾ, തൊഴിലില്ലാത്തവർ, വീടില്ലാത്തവർ, ഒന്ന് തൊണ്ട നനക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്തവർ. ആ മനുഷ്യനെ കണ്ടോ? അയാളുടെ മകനെ രാഷ്ട്രീയക്കാർ പട്ടാപ്പകൽ വെട്ടിക്കൊന്നത്. അത് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു. കൊല്ലം തല തല്ലിപ്പൊളിച്ച് വലിച്ചയച്ചു കൊണ്ടുപോകും മാത്രം. ഇയാളെന്ത് തെറ്റായത്? ഒരു തുണ്ട് ഭൂമി പോലുമില്ലാത്ത അടിസ്ഥാന ജനത്തിന് വേണ്ടി സമരം ചെയ്തതിന് ഇവിടുത്തെ ക്വാറി മാഫിയകളും രാഷ്ട്രീയ ഗുണ്ടകളും ഒത്തുചേർന്ന് പോലീസിനെ ഉപയോഗിച്ച് ജനകീയ സമരങ്ങൾ അട്ടിമറിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രതികാര പ്രക്രിയകളാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോ റിമോട്ട് കൺട്രോള് മണ്ണും മാനവും ജീവനും നഷ്ടപ്പെട്ടവർ. ഇതിനിടയിലാണോ നിന്റെ റിമോട്ട്? ദാ ആ കടയിലെങ്ങാനും കിട്ടും. കാട്ടിക്കിടന്ന ഞങ്ങ ഒരു കൂട്ടമായി നാട്ടിൽ വന്നു. സെക്രട്ടറിയേറ്റ് പാടിക്കളി ഞങ്ങളെ കൊടിയില് കെട്ടിക്കിടപ്പാണ്. കാട്ടിക്കിടന്ന ഞങ്ങ ഒരു കൂട്ടമായി നാട്ടിൽ വന്നു. സെക്രട്ടറിയേറ്റ് പാടിക്കളി ഞങ്ങളെ കൊടിയില് കെട്ടിക്കിടപ്പാണ്. ചത്തവരെയൊക്കെ എവിടെ കൊണ്ടടക്കും? ചത്തവരെയൊക്കെ എവിടെ കൊണ്ടടക്കും? എങ്ങള മണ്ണ് ഞങ്ങൾക്ക് തന്നാൽ അവിടെ കൊണ്ടടക്കും. എങ്ങള മണ്ണ് ഞങ്ങൾക്ക് തന്നാൽ അവിടെ കൊണ്ടടക്കും. മോണക്കും 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 ഞങ്ങളുടെ കാര്യം നടക്കും വരെ. മോണക്കും 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 ഞങ്ങളുടെ കാര്യം നടക്കും വരെ. ഓണക്കും 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 ഞങ്ങളുടെ കാര്യം നടക്കും വരെ. ഓണക്കും 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 ഞങ്ങളുടെ കാര്യം നടക്കും വരെ. ഓണക്കും ഞങ്ങൾ കാര്യം നടക്കും വരെ. ഓണക്കും ഞങ്ങൾ കാര്യം നടക്കും വരെ. എനിക്ക് വിശക്കുണ്ട്. വാ 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 വരും വാ വാ വരൂ വരൂ കയറി വരൂ. പുട്ടി, കടല, പൂരി, ഇഡലി, ദോശ, വെള്ളപ്പം ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചിട്ട് പോകാം. വരൂ വരൂ കടന്നു വരൂ കടന്നു വരൂ. വെള്ളപ്പൂ ബീഫ്. എനിക്ക് ഒരു സെറ്റ് വെള്ളപ്പം. അതൊക്കെ കറി എന്താ വേണ്ടി? ബീഫ്. क्या बोला तू? सुअर के बच्चे. आलू के फटे. चल चल बे चल बे. भाग जा लो जा भाई, इधर नहीं रुकना है, समझ गए? फिर वापस घर वापस.
സരിത ആർക്കോഴ ഗണേഷ് പിള്ള സലീം രാജ് ഇല്ലില്ല, ഞാൻ രാജിവെക്കില്ല. ഇല്ലില്ല, ഞാൻ രാജിവെക്കില്ല. ഞാൻ രാജിവെക്കില്ല. എന്റെ കർത്താവേ, ഉറക്കത്തിൽ പോലും സമാധാനം ഇല്ലല്ലോ. ഉണർവിന്റെ ഊർജവുമായി കുതിപ്പിന്റെ കുളമ്പടിയുമായി ബജറ്റ് 2015 അതിവേഗം ബഹുദൂരം. ഇരുട്ടടി വീണ്ടും ജനത്തിന്റെ തലയിൽ. ജലാലെ ബലാലെ സുക്കൂറെ സുലൈമാനെ, നോക്കി നിൽക്കാണ്ട കൈയടിക്ക്, നമ്മുടെ സർക്കാരിന്റെ ബജറ്റല്ലേ. അരി, ഗോതമ്പ്, ആട്ട, മൈദ, വെളിച്ചെണ്ണ, പഞ്ചസാര, പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് ഇരട്ടി നികുതി. പുരുടാന്വേഷത്തിന് വില പകുതി കണ്ട് കുറച്ചു. നന്നായി, ല്ലേ? ഭൂരഹിതരില്ലാത്ത കേരളം, എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും പാർപ്പിടം, എല്ലാവർക്കും കുടിവെള്ളം. നുണ, 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 കരിനീല ചുവന്ന പച്ച നുണ. കൃഷി എന്നാൽ റബ്ബറാണല്ലോ. റബ്ബറാണല്ലോ കേരളത്തിന്റെ അടിസ്ഥാന കൃഷി. അതെ, അതുകൊണ്ട് ഈ അടിസ്ഥാന കൃഷിക്ക് ഒരു 300 കോടിയെങ്കിലും കൃഷ്ണൻകുട്ടി, അഹമ്മദ്, ജലീല്, ആണോ വരുന്നടാ എല്ലാരും. മുഖ്യമന്ത്രി രാജിവെക്കുക. മുഖ്യമന്ത്രി രാജിവെക്കുക. ആഴമന്ത്രി പുറത്തു പോവുക. ആഴമന്ത്രി പുറത്തു പോവുക. ഇതാരാ ഇതിനിടയിൽ റേഡിയോ കൊണ്ട് നടക്കുന്നു? മുഖ്യമന്ത്രി രാജിവെക്കുക. മുഖ്യമന്ത്രി രാജിവെക്കുക. ആഴമന്ത്രി പുറത്തു പോവുക. ആഴമന്ത്രി പുറത്തു പോവുക. ഹലോ ഹലോ, മനേഷ് കേൾക്കാമോ? മനേഷ്, ഞാനിപ്പോൾ നിയമസഭോത്സവത്തിന്റെ മുഖ്യവേദിയായ സ്പീക്കർ ഡയസിലാണുള്ളത്. ഇവിടെ അഴിഞ്ഞാട്ട് മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വേദി 2ലും 3ലും കടിയും പിടിയും ഏകദേശം സമാപിച്ചിരിക്കുന്നു. കടി മത്സരത്തിൽ 1ാം സ്ഥാനവും എ ഗ്രേഡും നേടിയ ഒരു മത്സരാർത്ഥി മത്സരം വിലയിരുത്തുന്നതിന് വേണ്ടി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, എന്താണ് 1ാം നിയമസഭോത്സവത്തിലെ പ്രധാന വിശേഷങ്ങൾ? ഇന്നലെ രാത്രി മുതൽ ഞങ്ങൾ എല്ലാരും ഇവിടെ തന്നെയായിരുന്നു. നേരം വെളുത്തപ്പോ അവര് കുറെ ആൾക്കാർ വന്നു. അപ്പൊ ഞങ്ങൾ എല്ലാരും സ്പീക്കറുടെ ഡാഷ് കയറിയിരുന്നു. അപ്പൊ സ്പീക്കർ കയറി വന്നു. ഞങ്ങൾ എല്ലാരും കൂടെ ആട്ടി ഓടിച്ചു. ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരാള് സ്പീക്കറെ കസേര അപ്പുറത്തേക്ക് മറിച്ചിട്ടു. വേറൊരാൾ അവിടെയുള്ള കമ്പ്യൂട്ടർ സാധനങ്ങളൊക്കെ പൊട്ടിച്ച് വലിച്ചെറിഞ്ഞു. അപ്പൊ അവിടെ എല്ലാരും മുണ്ടും തള്ളുവായി. അപ്പൊ ഒരാൾ വന്ന് ഒരു പേപ്പർ പിടിച്ച് വായിച്ചിട്ട് പറഞ്ഞു ബജറ്റ് അവതരണം കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്ക് തരാതോരൊക്കെ ലഡു തിന്നു. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ബോധം കെട്ടു വീണു. അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാള് എന്റെ അരക്ക് കയറി പിടിച്ചു. ഞാൻ അയാൾക്ക് ഒരു കടി വെച്ചു കൊടുത്തു. അപ്പുറത്ത് എന്റെ കൂട്ടുകാരന് ഒരു തടിയും വന്ന് തടഞ്ഞു വെച്ചു. കുറെ വാച്ചമ്പാട് വന്ന് ഞങ്ങളെയൊക്കെ തടഞ്ഞു വെച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും കൂടെ അവരെ കടിച്ചു, മാന്തി, തള്ളി, നുള്ളി ഓടിച്ചു. ഇത്രേ ഞങ്ങൾ ചെയ്തുള്ളൂ. അതിനായി ഇവരെല്ലാരും കൂടി കയ്യാങ്കളി, അക്രമം, കച്ചറ എന്നൊക്കെ പറഞ്ഞ് വെറുതെ കളിയാക്കുന്നേ. ഇൻക്ലാബ് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. രക്തസാക്ഷികൾ മരിക്കുന്നില്ല. രക്തസാക്ഷികൾ മരിക്കുന്നില്ല. മരിച്ചവരൊന്നും മരിക്കുന്നില്ല. മരിച്ചവരും മരിക്കുന്നില്ല. ഇൻക്ലാബ് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. മുഖ്യമന്ത്രി രാജിവെക്കുക. മുഖ്യമന്ത്രി രാജിവെക്കുക. ആഴമന്ത്രി പുറത്തു പോവുക. ആഴമന്ത്രി പുറത്തു പോവുക. ഇത് പ്രതിപക്ഷത്തിന്റെ വിജയമാണ്. നേരത്തെ സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിലും നമ്മുടെ പാർട്ടി ശക്തി തെളിയിക്കുകയുണ്ടായല്ലോ. ശക്തി തെളിയിച്ചിട്ടുള്ളതാണല്ലോ. ഇവിടെയും നമ്മുടെ MLA മാർ
മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. കേരള ജനത അവരെ കാത്തിരിക്കുകയാണ് രക്തഹാരമണിയിച്ച് വരവേൽക്കാൻ. ഇതാ കടന്നു വരുന്നു സർവശ്രീ കൃഷ്ണൻകുട്ടി, ജലീൽ, വീട്ടി, അഹമ്മദ് കുട്ടി, നാണു. ഈ ധീരരക്തസാക്ഷികളെ രക്തഹാരമണിയിച്ച് സ്വീകരിക്കാൻ കടന്നു വരിക സഖാക്കളെ. തെക്കേപ്പുറം റോഡിന് 80,000 രൂപ അനുവദിച്ച MLAക്ക് 1000 അഭിനന്ദനങ്ങൾ. വടക്കേപ്പുറം പാലത്തിന് 1,00,000 രൂപ അനുവദിച്ച മന്ത്രി പുങ്കവന് നാട്ടുകൂട്ടത്തിന്റെ അഭിവാദ്യങ്ങൾ. കിഴക്കേപ്പുറം എന്താണ് സർക്കാർ സ്കൂളിന്റെ ഓലമേഞ്ഞ ക്ലാസ് റൂമുകൾ പുതുക്കി പണിയുന്നതിന് വേണ്ടി 2,500 രൂപ അനുവദിച്ച പഞ്ചായത്ത് മെമ്പർക്ക് നാടിന്റെ ഹൃദയം നിറഞ്ഞ അനുമോദനങ്ങൾ. മദ്യം ഘട്ടമായി നമ്മൾ നിരോധിക്കും. ഇതിനു മുമ്പും പലവട്ടം നാം മദ്യം നിരോധിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനിയും എത്ര വട്ടം വേണമെങ്കിലും ഈ സർക്കാരിന് മദ്യം നിരോധിക്കാനാവും. അങ്ങനെ നമ്മുടെ കേരളവും ഒരു മദ്യവിമുക്ത കിണാശ്ശേരിയായി മാറും. അപ്പോൾ ഘട്ടമായി നമ്മൾ ഈ കെട്ടുകാഴ്ചകൾ കണ്ടു മടുത്തു. ആവർത്തന വിരസമായ രാഷ്ട്രീയ നാടകങ്ങൾ, അറുതിയില്ലാത്ത അഴിമതിയുടെ അരങ്ങുകൾ, കഴുതകളായി ലജ്ജയില്ലാതെ കൈയടിക്കുന്ന വെട്ടിക്കൂട്ടങ്ങൾ. കഷ്ടം! ഇതാണല്ലോ കേരള മോഡൽ. സ്വതന്ത്രമീ നാടിന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളൊക്കെയും കുതന്ത്രങ്ങളാൽ നക്കിത്തിന്നും ഞെക്കിക്കൊന്നുമൊടുക്കി അഴിമതിച്ചേറ്റുകുണ്ടിൽ ആറാടി സുഖാലസം വാഴുമരജരെ
അധികനാൾ അള്ളിപ്പിടിച്ച് അധികാര സിംഹാസനത്തിൽ ഇരുന്നു വാഴാൻ ഇരകളുടെ മിഴിനീർ തുള്ളികൾ ഒഴുകിച്ചേർന്നൊരു പ്രതിഷേധ പ്രവാഹമായി ആകെ ജനത്തിന്റെ ആകെ സുഖത്തിനായി ഇരമ്പിയാർത്തെത്തും ഈ പുതുപടനിലങ്ങളിൽ നിങ്ങൾക്ക് എളുപ്പമാവില്ല തീർച്ച. ഈ ചോര വെറുതെയാവില്ല. മണ്ണിനായി മണ്ണിൽ വീണ ചോരയും വെറുതെയാവില്ല.